എല്ലാവർക്കും നമസ്കാരം. കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് സ്വാമിയാർമഠം ശ്രീരാമ ഹനുമത് ദേവസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം കുട്ടികൾ രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് നടത്തിവരുന്ന പ്രഭാഷണ പരമ്പരയിൽ 30ാം ദിവസമായ ഇന്ന് ആരാധ്യ സന്തോഷ് ആണ് പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. ആരുഷി സന്തോഷ് രാമസന്ധ്യാനാമം ചൊല്ലും. അതിനുശേഷം നമ്മുടെ മഹാഭാഗ്യമായ രഘുവീര ഗദ്യം ഇന്ന് 4 കുട്ടികൾ ചേർന്നാണ് ചൊല്ലുന്നത്. തീർത്ഥ, നിരഞ്ജന, അനന്തകൃഷ്ണൻ NV, ദേവിക J. ഇന്നും കൂടി നമുക്ക് രഘുവീര ഗദ്യം കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഇന്ന് പ്രഭാഷണം ശ്രീരാമ പട്ടാഭിഷേകത്തോടുകൂടി രാമകഥാ പ്രഭാഷണം ഇന്നുകൊണ്ട് തീരും. നാളെ നമ്മൾ 3 പ്രഭാഷണങ്ങളാണ് വെച്ചിരിക്കുന്നത്. ശ്രീരാമ ബാല്യത്തെക്കുറിച്ചും അവിടെ നിന്നുള്ള കുട്ടികൾക്കുള്ള ബാല്യത്തിലൂടെ കുട്ടികൾക്കുള്ള സന്ദേശം എന്താണെന്നുള്ളതും, ഭക്തിയുടെ ഉയർന്ന തലമാണ്, സ്നേഹത്തിന്റെ ഉയർന്ന തലമാണ് ഭക്തി എന്നുള്ള വിഷയത്തെക്കുറിച്ചും, ഹനുമത് സ്വാമി തൻ്റെ ജീവിതത്തിലൂടെ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന സന്ദേശം എന്താണ്, ഈ 3 കാര്യങ്ങളാണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്നത്. നാളെയും എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. നാളെ ഏറ്റവും പാവനമായിട്ടുള്ള ആദിത്യ ഹൃദയ സ്തോത്രം നമ്മൾ ഗ്രൂപ്പിൽ അതിൻ്റെ PDF ഇട്ടിട്ടുണ്ട്. വളരെ വിശേഷപ്പെട്ട ആ സ്തോത്രം നാളെ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. അതും എല്ലാവരും അത് അവനവൻ്റെ ഗൃഹത്തിലുള്ള കുട്ടികളെ പ്രത്യേകിച്ചും അത് പഠിപ്പിക്കണമെന്നുകൂടി നേരത്തെ തന്നെ ഇന്ന് തന്നെ അതിനെക്കുറിച്ച് ഒന്ന് പറയുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് പ്രവേശിക്കാം. ശ്രീരാമ പട്ടാഭിഷേകത്തിനായിട്ട് നമുക്ക് കാതോർക്കാം. ആരാധ്യ സന്തോഷിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി പ്രഭാഷണം അവതരിപ്പിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ലോകജനതയ്ക്ക് സീതയുടെ പരിശുദ്ധി തെളിയിച്ചു കൊടുക്കുവാനായി ശ്രീരാമചന്ദ്രസ്വാമി സീതയോട് അഗ്നിപ്രവേശം ചെയ്യാൻ ആവശ്യപ്പെട്ടു. ധർമ്മപത്നിയായ സീത തന്റെ ചാരിത്രം തെളിയിക്കുവാനായി അഗ്നിപ്രവേശം ചെയ്യുകയും ഒരു പോറൽ പോലും ഏൽക്കാതെ അഗ്നിദേവൻ സീതയുടെ പരിശുദ്ധിയെക്കുറിച്ച് വാനോളം പുകഴ്ത്തിക്കൊണ്ട് അഗ്നിയിൽ നിന്നും സീതയെ രാമസമീപത്തിൽ കൊണ്ടു നിർത്തി. അങ്ങനെ സീതയുടെ പരിശുദ്ധി തെളിയിക്കപ്പെട്ടു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, സംശയമില്ല, 3 ലോകങ്ങളിലും പരിപാവനമാണ് സീത. രാവണന്റെ അന്തപുരത്തിൽ ഇവൾക്ക് ദീർഘകാലം കഴിയേണ്ടി വന്നു. ദശരഥാത്മജനായ രാമൻ ബാലിശനും കാമാത്മാവുമാണെന്ന് ലോകത്തിനറിയാം. ജാനകി പരിശുദ്ധിയാണെന്ന് തെളിയിക്കാതെ ഞാൻ സ്വീകരിച്ചാൽ ലോകം എന്നെ അപഹസിക്കും. അതിനാൽ എനിക്ക് നന്നായി അറിയാം സീത അനന്യഹൃദയാണെന്നും ജനകാത്മജയാണെന്നും മൈഥിലി എന്റെ ചിത്തത്തെ കാക്കുന്നവളാണെന്നും എനിക്കറിയാം. തേജസ് കൊണ്ട് സ്വയം രക്ഷിക്കാൻ കഴിവുള്ളവളാണ് ഈ വിശാലാക്ഷി. രാവണൻ ഇവളെ അതിക്രമിക്കാൻ ഒരിക്കലും ശക്തനാവുമില്ലെന്ന് എനിക്കറിയാം. സത്യപരായണനായ ഞാൻ ലോകത്രയങ്ങളുടെ വിശ്വാസം ഉറയ്ക്കാൻ വേണ്ടിയാണ് സീതയെ അഗ്നിപ്രവേശനത്തിന് പറഞ്ഞത്. ജനകാത്മജയായ മൈഥിലി 3 ലോകത്തിലും വിശുദ്ധയാണ്. സത്പുരുഷന് കീർത്തി എന്നതുപോലെ എനിക്കിവളെ വേർപിരിയാൻ ഒരിക്കലും കഴിയുകയില്ല. ഇങ്ങനെ പറഞ്ഞ് ആ മഹായശസ്വിയായ രാമൻ പ്രിയതമയോട് ചേർന്ന് സുഖപൂർണനായി ഭവിച്ചു. അന്നു രാത്രി അവർ എല്ലാവരും ലങ്കയിൽ സുഖമായി ഉറങ്ങി. പ്രഭാതത്തിൽ ശ്രീരാമചന്ദ്രസ്വാമി വിഭീഷണനോട് പറഞ്ഞു,
എനിക്കുടൻ തന്നെ അയോധ്യാപുരിയിലേക്ക് പോകണം. ഭരതനെ കൂടാണ്ട് എനിക്കൊരു നിമിഷം പോലും ജീവിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ വിഭീഷണൻ പറഞ്ഞു, എന്റെ സൽക്കാരം നിങ്ങൾ എല്ലാവരും ഏറ്റുവാങ്ങുക. എല്ലാവരെയും സ്വീകരിക്കാൻ എന്റെ മനസ്സ് വെമ്പുന്നു. പുഷ്പക വിമാനം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അതിൽ കയറി നമുക്ക് അയോധ്യയിലേക്ക് പോകാം എന്ന് പറഞ്ഞു. വിഭീഷണൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ നിർദ്ദേശമനുസരിച്ച് എല്ലാ വാനരന്മാർക്കും രത്നങ്ങളും പലവിധം ധനവും കൊടുത്തു. ഇങ്ങനെ വാനരന്മാരെ ആദരിക്കുന്നത് കണ്ട് ശ്രീരാമചന്ദ്രസ്വാമി പുഷ്പക വിമാനത്തിൽ കയറി തൊട്ടടുത്ത് സീതാദേവിയും ഇരുത്തി. ലക്ഷ്മണൻ വില്ലേന്തിക്കൊണ്ട് അകമ്പടിയായി വിമാനത്തിൽ കയറി. എന്റെ പിതാവിന്റെ രാജധാനിയായ അയോധ്യയിലേക്ക് ഞാൻ പോവുകയാണ്. എനിക്ക് ഭവാന്മാർ വിട തന്നാലും എന്ന് ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞപ്പോൾ, ഞങ്ങൾക്കും അയോധ്യയിലേക്ക് പോന്നാൽ കൊള്ളാമെന്നുണ്ട്, ഞങ്ങളെ കൂടി കൊണ്ടുപോയാലും എന്നെല്ലാവരും കൂടി പറഞ്ഞു. അപ്പോൾ ശ്രീരാമചന്ദ്രസ്വാമി അങ്ങനെ തന്നെ ആവട്ടെ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. പുഷ്പക വിമാനം ലങ്കയിൽ നിന്നും അയോധ്യയിലേക്ക് തിരിച്ചു. 14 വർഷം തികഞ്ഞ് പഞ്ചമി തിഥി ആയപ്പോൾ ലക്ഷ്മണാഗ്രജൻ ഭരതാശ്രമത്തിൽ എത്തി മുനിയെ വന്ദിച്ചു. മുനിയുടെ സൽക്കാരം സ്വീകരിച്ച് ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയെ വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയ സുഹൃത്തായ ഗുഹനോട് ഞാൻ വരുന്ന വിവരം അറിയിക്കുക. ഉടൻ തന്നെ ഭരതനെ പോയി കാണുക. ഞാൻ രാവണനെ കൊന്ന് തിരിച്ചു വരുന്ന വിവരം എത്രയും പെട്ടെന്ന് ഭരതനെ അറിയിക്കുക. ഹനുമാൻ സ്വാമി പെട്ടെന്ന് തന്നെ അവിടുന്ന് പുറപ്പെട്ട് ഗുഹനെ കണ്ട് കാര്യം ധരിപ്പിച്ചു. അതിനുശേഷം മാരുതാത്മജൻ ഭരതനോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങ് ജടാധാരിയും മരവ്യൂരിയും ധരിച്ച് കഴിയുന്ന ആരെക്കുറിച്ചാണോ ദുഃഖിക്കുന്നത്, ആ ശ്രീരാമൻ ഭവാനോട് കുശലം ചോദിക്കുന്നു. ഭവാന് പ്രിയമായത് ഞാൻ പറയാം. ദേവാ, ഈ കഠിനമായ ശോകം നീ കൈവിടുക. ഉടൻ തന്നെ ഭവാൻ ഭ്രാതാവായ രാമനോടും കൂടി ചേരുന്നതാണ്. രാമൻ രാവണനെ ഹനിച്ച് മൈഥിലിയെ വീണ്ടെടുത്ത് ലക്ഷ്യം നേടിയവനായി മഹാബലവാന്മാരായ മിത്രങ്ങളോടും കൂടി എത്തിച്ചേർന്നു. മഹാ തേജസ്വിയായ ലക്ഷ്മണനും ഇന്ദ്രനോടും കൂടി സജീദേവിയെ പോലെ യശസ്വി ആയ രാമനോട് ചേർന്ന് സീതയും ഉടനെ എത്തിച്ചേരുന്നു. ഇങ്ങനെ ഹനുമാൻ സ്വാമി പറഞ്ഞപ്പോൾ കൈകേയിസുതൻ ഭരതൻ ആനന്ദാതിരേകത്താൽ ബോധം മറന്ന് നിലത്തു വീണു. ബോധം തെളിഞ്ഞ് എഴുന്നേറ്റ് ഹനുമാൻ സ്വാമിയെ സംക്രമപൂർവം ആലിംഗനം ചെയ്തു. വിവരങ്ങൾ അറിയിച്ച് ഹനുമാൻ സ്വാമി തിരിച്ചുപോയി. താമസിയാതെ തന്നെ ശ്രീരാമചന്ദ്രസ്വാമി പുഷ്പക വിമാനത്തിൽ ഭരതന്റെ അടുത്തെത്തി. രാമനെ സമീപിച്ച് ആനന്ദപൂർവം അഭിവാദ്യം ചെയ്തു. ഭരതനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിമാനത്തിലേക്ക് ശ്രീരാമചന്ദ്രസ്വാമി കയറ്റി ഇരുത്തി. സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ അമ്മയെ ആദരിച്ചുകൊണ്ട് ഭവാൻ എനിക്ക് തന്ന രാജ്യം ഞാനിതാ അങ്ങയ്ക്കായി തിരിച്ചു തരുന്നു. രാഘവ, അങ്ങ് അഭിഷിക്തനായി മധ്യാഹ്നത്തിൽ ജ്വലിക്കുന്ന സൂര്യനെ പോലെ പ്രതാപിയായിരിക്കുന്ന ലോകം കാണുമാറാകട്ടെ. താമസിയാതെ എല്ലാവരും അയോധ്യയിൽ പ്രവേശിച്ചു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ പട്ടാഭിഷേകത്തിനായുള്ള ഒരുക്കങ്ങൾ ഉടനെ ആരംഭിച്ചു. രത്നകുംഭത്തിൽ സമുദ്രജലം കൊണ്ടുവന്ന് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അഭിഷേക കർമ്മങ്ങൾ ആരംഭിച്ചു. വസിഷ്ഠൻ, വാമദേവൻ, ജാപാലി, കാശ്യപൻ, കാർത്യായനൻ, ഗൗതമൻ, വിജയൻ എല്ലാ മഹർഷിമാരും ഒത്തുകൂടി ഋത്വിക്കുകളെ കൊണ്ട് പിന്നിൽ കന്യകമാർ, മന്ത്രിമാർ, ഭടന്മാർ എന്നിവരെ കൊണ്ടും അഭിഷേകം ചെയ്യിച്ചു. അവിടെ എത്തിയിരുന്ന എല്ലാ ദേവന്മാരും സർവൌഷധി രസങ്ങൾ കൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിക്ക് അഭിഷേകം ചെയ്തു. ബ്രഹ്മാവ് നിർമ്മിച്ചതും രത്നശോഭിതവും വൈരസത മനുവിനെ അണിയിച്ച് അഭിഷേകം ചെയ്യിച്ചതും ആ വംശത്തിൽ പിറന്ന രാജാക്കന്മാരെ അണിയിച്ചു പോകുന്ന ഒരു കിരീടമുണ്ട്. സ്വർണ നിർമ്മിതവും മഹത്തായ ഈശ്വര്യത്താൽ ശോഭിതവും നാനാ രത്നങ്ങൾ പതിച്ച് കാന്തി മത്താക്കിയതുമായ സഭാശാലയിലെ രത്നമയ പീഠത്തിൽ രാഘവനെ ഇരുത്തി. മഹാത്മാവായ വസിഷ്ഠൻ ഋത്തുക്കളെ കൂടി ചേർന്ന് ആ കിരീടവും ആഭരണങ്ങളും രാഘവനെ അണിയിച്ചു. ശത്രുഘ്നൻ വെൺകൊറ്റക്കുട ചൂടി വെൺചാമരം
ഒരെണ്ണം വാനരേശ്വരനായ സുഗ്രീവൻ പിടിച്ചു. അതുല്യമായ മറ്റൊരു വെൺചാമരം രാക്ഷസേന്ദ്രനായ വിഭീഷണൻ പിടിച്ചു. 100 സ്വർണത്താമരകൾ കോർത്തു ജ്വലിക്കുന്ന മാല ഇന്ദ്രൻ കൊടുത്തയച്ചത് വായു ഭഗവാൻ രാമന് നൽകി. സമസ്ത രത്നങ്ങൾ കോർത്തും തിളങ്ങുന്ന മധ്യമണിയോട് കൂടിയ ഒരു ഹാരവും ഇന്ദ്രൻ കൊടുത്തയച്ചതും വായു ഭഗവാൻ രാമന് നൽകി. ധീമാനായ രാമന്റെ അഭിഷേക മഹോത്സവത്തിന്റെ വേളയിൽ ഭൂമി സസ്യസമ്പുഷ്ടയായി, പാദപങ്ങൾ ബലപൂർണങ്ങളായി, പൂക്കൾ ഗന്ധപൂരിതമായി. 1,00,000 കുതിരകളും അത്ര തന്നെ തേരുകളും 100 വിശ്രമങ്ങളോടൊപ്പം നരശ്രേഷ്ഠൻ ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകി. 30 കോടി സ്വർണ നാണയങ്ങളും നാനാവിധത്തിലുള്ള ആഭരണങ്ങളും വിലപ്പെട്ട വസ്ത്രങ്ങളും ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. അങ്ങനെ ശ്രീരാമ പട്ടാഭിഷേകം അതിഗംഭീരമായി ലോകർക്കെല്ലാം സന്തോഷം കൊടുത്തുകൊണ്ട് മംഗളമായി നടന്നു. എനിക്ക് ഈ അവസരം തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും, പ്രത്യേകിച്ച് പരമേശ്വരൻ സാറിനും സോമൻ സാറിനും മധുമുത്തച്ഛനും എന്റെ വിനീതമായ നമസ്കാരം. നന്ദി, നമസ്കാരം. ഇന്ന് വലിയൊരു ഭാഗ്യം കൂടെയുണ്ട്. പട്ടാഭിഷേകം നമ്മൾ ഇന്ന് കേൾക്കുന്നത് ആരാധ്യ ഇന്ന് ഗുരുവായൂരിൽ ഇരുന്നു കൊണ്ടാണ് ഈ പ്രഭാഷണം അവതരിപ്പിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യം വേണം? എന്തായാലും വളരെ നന്നായിരുന്നു. അഭിഷേകം നേരിട്ട് കണ്ട ഒരു പ്രതീതിയായി. ഇനി നമുക്ക് കുഞ്ഞിന്റെ രാമസന്ധ്യാനാമം കേൾക്കാം. ആരുഷി. രാമ 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 പാഹി മാം. രാഘവ മനോഹര മുകുന്ദ രാമ പാഹി മാം. രാവണാന്തക മുകുന്ദ രാമ രാമ പാഹി മാം. ഭക്തിമുക്തിദായക പുരന്ദരാതിസേവിത ഭാഗ്യവാരിദേ ജയ മുകുന്ദ രാമ പാഹി മാം. ദീനതകൾ നീക്കിനി അനുഗ്രഹിക്ക സാദരം മാനവാശികാമണേ മുകുന്ദ രാമ പാഹി മാം. നിഞ്ചരീതമോതുവാൻ നിനാവിലോമ തോന്നണം പഞ്ചസായ കോപമ മുകുന്ദ രാമ പാഹി മാം. ശങ്കര സദാശിവ നമ ശിവായ മംഗള ചന്ദ്രശേഖര ഭഗവത് ഭക്തി കൊണ്ട് ഞാനിത്ത രാമമന്ത്രമോടിടുന്നിതാമയങ്ങൾ നീങ്ങുവാൻ. രാമ രാഘവ മുകുന്ദ രാമ രാമ പാഹി മാം. ശിക്ഷയോട് മത്സ്യമായി അവതരിച്ച മാധവ വക്ഷസാങ്കിലം ഭവിച്ച രാമ രാമ പാഹി മാം. ധർമ്മമോട് മന്ദരമുയർത്തുവാനയങ്ങുടൻ കൂർമ്മമായ വാതരിച്ച രാമ രാമ പാഹി മാം. പാരിടം പിടന്നു ചെന്നു തേറ്റമേലി ഭൂമിയെ പന്നിയായി വീണ്ടു കൊണ്ട രാമ രാമ പാഹി മാം. നാരസിംഹരൂപമായി അവതരിച്ച നീപുര നീതിയായി ഹിരണ്യനെ ഹനിച്ച രാമ പാഹി മാം. ജഗത്രയങ്ങൾ 3 അടിയെ അങ്ങളങ്ങു വാങ്ങുവാൻ ജാതനായ വാമന മുകുന്ദ രാമ പാഹി മാം. ഭംഗിയോട് ഭൂമി തന്നെ ബ്രാഹ്മണക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹി മാം. ഭൂമി ഭാരമാശു തീർത്തു രക്ഷ ചെയ്വതിന്നഫോ ബ്രഹ്മദേവനാൽ വധിച്ച രാമ രാമ പാഹി മാം. ആകയാൽ അയോധ്യമന്നനാം ദശരഥനുടെ ആത്മപുത്രനായി ജനിച്ച രാമ രാമ പാഹി മാം. ദുഷ്ടരാന്തശാചര വധം കഴിച്ചു യാദവും പുഷ്ടമായി മുടിച്ചു നീ മുകുന്ദ രാമ പാഹി മാം. ഗൗതമന്റെ ശാപമേറ്റ് കല്ലതായി കടന്നൊരു കഞ്ചനെ മിരിക്കു മോശമീണ്ട രാമ പാഹി മാം. വിദേഹരാജ്യമുൾപ്പുകിൻ വിശ്വനായകനുടെ വിൽമുറിച്ചു സീതയെ വരിച്ച രാമ പാഹി മാം. അച്ഛനോടും അമ്മയോടും ആശീർവാദവും വഹിച്ചു തുച്ഛമായ വൽക്കൽ ധരിച്ച രാമ പാഹി മാം. ഭരതഭാഷിതം ശ്രവിച്ചു പൈതൃകർമ്മദർപ്പണങ്ങൾ ഭക്തിയായി കഴിച്ച വീട രാമ രാമ പാഹി മാം. പാതുകം ഭരതനങ്ങു പൂജ ചെയ്വ കൊള്ളുവാൻ പ്രീതിയായി കൊടുത്തയച്ച രാമ രാമ പാഹി മാം.
ഭക്തനാം ജടായുവിന് മോശവും കൊടുത്തു, പിന്നെ ശക്തനാം കബദ്ധനെ വധിച്ച രാമ പാഹിമ. ശബരിയാശ്രമേ ഗവിച്ചു സർവകാര്യവും ഗ്രഹിച്ചു, ശബരിയും ഗതിയടഞ്ഞു രാമ രാമ പാഹിമ. സീതയോട് ചൊല്ലുവതിഞ്ഞു ശില്പമായ വാക്യവും ചന്തമോട് ചൊല്ലിവിട്ട രാമ രാമ പാഹിമ. ഇന്ദ്രജിത്തിനോടൊരുത്തു ബ്രഹ്മഭാഷമേറ്റതും ഇങ്ങിതൊട്ടടങ്ങറിഞ്ഞ രാമ പാഹിമ. ലങ്കജുട്ടു ഭസ്മമാക്കി വന്ന മാരുതിക്കുടൻ സങ്കടങ്ങളാശു തീർത്ത രാമ രാമ പാഹിമ. വഞ്ചിര തൊടുത്തു പിന്നെ വാചമോദതിക്കുടൻ വാരിധി കടന്നയച്ച രാമ രാമ പാഹിമ. കമ്പമാർന്ന രാവണന്റെ തമ്പിയായി വിലസിടുന്ന കുംഭകർണനെ ഹനിച്ച രാമ രാമ പാഹിമ. ഇന്ദ്രജിത്തിനെ വധിച്ച സുന്ദരകുമാരന ലക്ഷ്മണാഗ്രജാഭിഭോ മുകുന്ദ രാമ പാഹിമ. ദുഷ്ടരാന്തശാരന്റെ കണ്ഠവും മുറിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്തുകൊണ്ട് രാമ രാമ പാഹിമ. രാക്ഷസാകുലം മുടിച്ചു രക്ഷയും വസുന്ധരയ്ക്കു തക്ഷണേ വരുത്തി വെച്ച രാമ രാമ പാഹിമ. അഗ്നിമണ്ഡലയിരുന്നു സീതയെ വഹിച്ചുകൊണ്ട് വന്നയോധ്യ പുക്കിടുന്ന രാമ രാമ പാഹിമ. രത്നമകുടവും ധരിച്ചു ദേവിയോട് കൂടവേ രത്നമഞ്ചമങ്ങതിൽ വസിച്ച രാമ പാഹിമ. രാജ്യവാസിയായവർക്കു പൂജനായിരുന്നു തത്ര രാജ്യപാലനം വഹിച്ചു രാമ രാമ പാഹിമ. ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം ഗഹിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ. നന്നായിട്ട് ചൊല്ലിട്ടോ. ശരി സാർ. അത് മറക്കരുതേ, മറന്നു പോകരുത് കേട്ടോ. ദിവസവും ചൊല്ലിക്കോണം. അപ്പോ ശ്രീരാമചന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയൊക്കെ കുഞ്ഞിന്റെ കൂടെ ഉണ്ടാവും. ഓക്കെ, ശരി സാർ. ശരി. മതിച്ചേട്ടാ. സൈറാം സൈറാം. സൈറാം. ഇന്ന് 30ാമത്തെ ദിവസമാണ്. തീരാൻ പോകുന്നതിന്റെ ഒരു ദുഃഖം മനസ്സിലുണ്ട്. ആരാധ്യയാണ് ആദ്യത്തെ പ്രഭാഷണം നടത്തിയത്. സീതയുടെ അഗ്നിപ്രവേശം ചെയ്ത് തന്റെ വിശുദ്ധി തെളിയിച്ചു. ലോകജനതയെ ബോധ്യപ്പെടുത്താനായിരുന്നു ആ സംഭവം. ശ്രീരാമപട്ടാഭിഷേകം വരെയുള്ള സംഭവബഹുലമായ സന്ദർഭങ്ങളെല്ലാം സുന്ദരമായി ആരാധ്യ അവതരിപ്പിച്ചു. അതിന് ആരാധ്യ അങ്ങേയറ്റം പ്രശംസനീയയാണ്. ആ കുഞ്ഞിനെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ സന്ധ്യാനാമം ചൊല്ലിയ ആരുഷി. എൻ്റെ മക്കളെ ഒന്നേ പറയാനുള്ളൂ, എല്ലാ സന്ധ്യകളിലും മകള് ഈ സന്ധ്യാനാമം ജപിക്കണം. ഞാൻ സാധാരണ പറയാറുണ്ട്, അതിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിലുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. വിദ്യ കട്ട് ചെയ്യാമേ.